بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال الإمام السعدي رحمه الله في جوامع الأخبار: الحديث السابع عشر عن أبي ذر الغفاري رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: اتق الله حيثما كنت واتبع السيئة الحسنة تمحوها أو تمحها وخالق الناس بخلق حسن. رواه الإمام أحمد والترمذي. 17ാമത്തെ ഹദീസ് അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ബിൻ ജുനാദ. ഇഖ്തലഫ ഫീ ഇസ്മി ഔ ഇഖ്തുലിഫ ഫീ ഇസ്മി. അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും മഷ്ഹൂറായി അറിയപ്പെടുന്ന പേരായിക്കൊണ്ട് പറയപ്പെടുന്നത് ജുന്ദുബ് ബിൻ ജുനാദ. ജുന്ദുബ് ബിൻ ജുനാദ എന്നതാണ്. അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത. ഹൈതുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹു തആലയെ സൂക്ഷിക്കുക, അല്ലാഹുവിനോട് തഖ്വ പാലിക്കുക. വഅത്ബി സയ്യ അൽ ഹസനത തംഹുഹ. ഒരു തിന്മ ചെയ്താൽ അതിനെ തുടർന്ന് ഒരു നന്മ ചെയ്യുക. ഒരു തിന്മ ചെയ്താൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. തംഹുഹ, അങ്ങനെയെങ്കിൽ ആ തിന്മയെ അത് മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുക, നല്ല സ്വഭാവത്തിൽ പെരുമാറുക. وهذا الحديث حديث عظيم اشتمل على جمل من الوصايا العظيمة. في മഹത്തായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വസിയത്തുകളാണ്, മഹത്തായ ചില വസിയത്തുകളാണ് നൽകുന്നത്. ചില ഹുഖൂഖുകളെ സംബന്ധിച്ച്, ചില ബാധ്യതകൾ. ഏറ്റവും ആദ്യം അല്ലാഹു തആലയോടുള്ള ഹഖാണ്. ഇഷ്തമല അലാ അദാഇൽ ഹുഖൂഖ് ബദഅൻ ബിഹഖില്ലാഹി സുബ്ഹാനഹു വതആല ثم حق النفس وهكذا അദാഉ ഹുഖൂഖിൽ ഖൽഖ്. അല്ലാഹു തആലയോടുള്ള ഹഖ് ഏറ്റവും ആദ്യം പറഞ്ഞു. അതെന്താണ്? ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത, അല്ലാഹു തആലയോട് തഖ്വ പാലിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഹഖുൻ നഫ്സ്, സ്വന്തത്തിനോടുള്ള ബാധ്യത, സ്വന്തം നഫ്സിനോടുള്ള ബാധ്യത. അതെന്താണ്? വാജ്ബി സയ്യ അൽ ഹസന തംഹുഹ. നീ ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിനെ തുടർന്നൊരു നന്മ പ്രവർത്തിക്കുക, അങ്ങനെയെങ്കിൽ ആ തിന്മ മായ്ക്കപ്പെടും. മൂന്നാമത്തത് അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ഹക്കാണ്. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറും, നല്ല സ്വഭാവത്തിൽ. ഈ മൂന്ന് ബാധ്യതകളെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വസിയത്ത് നൽകുന്നത്. ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത. فحقه سبحانه وتعالى أن يتقى حيثما كان العبد. ഒരടിമ എവിടെയായിരുന്നാലും അല്ലാഹു തആലയെ സൂക്ഷിക്കുക എന്നതാണ് അല്ലാഹുവിനോടുള്ള ഹഖ്. ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത ഐ റാഖിബില്ലാഹ ജല്ല വഅല ഹൈതുമാ കുൻത വൈനമാ ഹലൽത വൈനമാ നസൽത. നീ എവിടെയായിരുന്നാലും, നീ എവിടെ ഇറങ്ങിയാലും, ഏത് സ്ഥലത്താണെങ്കിലും അല്ലാഹു തആലയെ സൂക്ഷിക്കുക. അല്ലാഹു തആല നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം. ഫല്ലാഹു ജല്ല വഅല ലാ തഖ്ഫ അലൈഹി ഖാഫിയ.
മുത്തലിഉൻ അലാ ദവാഹിരിൽ ഇബാദി വബവാതിനിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു രഹസ്യവും മറഞ്ഞതല്ല. ഒരു രഹസ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല. തന്റെ അടിമകളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം എത്തി നോക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതുമെല്ലാം അല്ലാഹു തആല അറിയുന്നു. വമാ മിൻ ഗായിബത്തിൻ ഫിസ് സമാഇ വൽ അർദി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ, ഒരു കിതാബിൽ രേഖപ്പെടുത്തി വെക്കാതെയില്ല. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ സുമ്മ യുനബ്ബിഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. 3 പേര് തമ്മിലുള്ള രഹസ്യ സംഭാഷണം. അതിൽ അല്ലാഹു തആല അവർക്ക് പുറമെ 4-മനായിക്കൊണ്ട് ഇല്ലാതെയില്ല. 5 പേരുടെ രഹസ്യ സംഭാഷണത്തിൽ 6-മനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുണ്ട്. ഏതൊരു രഹസ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല. വഇദാ കാന അൽ-അംറു കദാലിക തഹത്തമ അലൽ അബ്ദി അൻ യുറാഖിബ റബ്ബഹു വഅല്ലാ യകൂന അല്ലാഹു ജല്ല വഅല അഹ്വന നാദിരീൻ ഇലൈക. ഇങ്ങനെയാണ് കാര്യം. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അറിയുന്നതാണ്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു അറിയും. അങ്ങനെയാണെങ്കിൽ ഒരടിമ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണെന്ന ബോധത്തോടുകൂടി ജീവിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നവരിൽ ഏറ്റവും അഹ്വനായി, ഏറ്റവും നിസാരനായി അവൻ കാണരുത്. തന്റെ കാര്യങ്ങൾ അറിയുന്നവനായി, അല്ലെങ്കിൽ തന്റെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുന്നവനായി അല്ലാഹു തആല ഏറ്റവും നിസാരനാണ് എന്ന നിലക്ക് അല്ലാഹുവിനെ കാണാൻ പാടില്ല. ബഅദു നാസ് യസ്തഖ്ഫി വയസ്തഹി അൻ യറാഹു الناس വൻ യൻദുറു ഇലൈഹി വഹുവ യുമാരിസു ദാലിക അൽ-അമൽ മിനൽ മആസി. ചില ആളുകൾ ചില തിന്മകൾ ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ആ തിന്മകൾ മറച്ചു വെക്കും, തിന്മകൾ രഹസ്യമാക്കി വെക്കും. ലകിന്നഹു ഇദാ ഇഖ്തഫ അൻ അയുനിൻ നാസ് വഅൻ അൻദാറിൻ നാസ് ബാറസ റബ്ബഹു ബിൽ മആസി വദ്ദുനൂബ്. പക്ഷെ ജനങ്ങൾ അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളൊന്നും കാണുന്നില്ല, മറ്റാളുകൾ കാണുന്നില്ല എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? തന്റെ റബ്ബിനോട് തിന്മകളെ കൊണ്ട് പോരാടും, തന്റെ റബ്ബിനോട് പാപങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടും, ആ തിന്മ പ്രവർത്തിക്കും. അതെന്തിന്റെ തെളിവാണ്? ഫകാന ദാലിക ദലീലൻ അലാ അന്ന റബ്ബഹു ജല്ല വഅല കാന അഹ്വന നാദിരീന ഇലൈഹി. അവന്റെ രഹസ്യങ്ങൾ അറിയുന്നവരിൽ നോക്കുന്നതിൽ ഏറ്റവും നിസാരക്കാരനാണ് അല്ലാഹു എന്നാണ് അവൻ വിചാരിക്കുന്നത്. ബാക്കി ജനങ്ങൾ കണ്ടാൽ അത് പ്രശ്നമാണ്, പക്ഷെ അല്ലാഹു തആല കണ്ടാൽ കുഴപ്പമില്ല. അപ്പൊ തന്റെ രഹസ്യങ്ങൾ, തന്റെ തിന്മകൾ, തന്റെ പാപങ്ങൾ അത് ചെയ്യുന്നത് ജനങ്ങൾ കണ്ടാൽ അത് വളരെ മോശമായി അവന് തോന്നും. അതേസമയം അല്ലാഹു തആല കാണുന്നുണ്ട് എന്നുള്ള വിചാരം അത് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന ആളുകളിൽ ഏറ്റവും നിസാരക്കാരനായിക്കൊണ്ട് അവൻ അള്ളാഹുവിനെ കണക്കാക്കും. ഹൈതു അന്നഹു ലം യുഅത ഹഖഹു ജല്ല വഅല വയസ്തഹി മിൻ റബ്ബിഹി വഹു മുത്തലിൻ അലാ സരീറതി. അല്ലാഹു തആലയ്ക്ക് കൊടുക്കേണ്ട ഹക്ക് അവൻ കൊടുക്കുന്നില്ല. അള്ളാഹുവിനോട് തിന്മ ചെയ്യുന്നതിലുള്ള ലജ്ജ, അതെന്തില്ല, അവന് അനുഭവപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രഹസ്യമാക്കുന്ന പരസ്യമാക്കുന്ന തിന്മകളും, രഹസ്യമാക്കുന്ന തിന്മകളാകട്ടെ പരസ്യമാക്കുന്ന തിന്മകളാകട്ടെ എല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. അല്ലാഹു തആല തന്റെ തിന്മകൾ അറിയുന്നു എന്നുള്ള ലജ്ജ അവന് ഇല്ല. അല്ലാഹു തആലക്ക് കൊടുക്കേണ്ട ഹക്ക് അവൻ കൊടുക്കുന്നില്ല. ولهذا قال جل وعلا يستخفون من الناس ولا يستخفون من الله. അല്ലാഹു തആല പറഞ്ഞു യസ്തഖ്ഫൂന മിനൻ നാസ്, അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുകയില്ല.
وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ അവർ സംസാരിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ തന്നെയുണ്ട്. അതിനെപ്പറ്റി അല്ലാഹു തആല അറിവുള്ളവനാണ്. അവർ പ്രവർത്തിക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അറിയുന്നവനാണ്. അപ്പൊ ജനങ്ങളിൽ നിന്ന് അവർക്ക് തിന്മ മറച്ചു വെക്കാം, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർക്ക് തിന്മ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. قد يقع الإنسان في المعصية في سريرته قد يقع في الزلة لكن المصيبة عند أن يستمر على تلك المعصية وهو مستخف عن أعين الناس يبارز ربه بالمعاصي والذنوب. ചില ആളുകൾ രഹസ്യമായി കൊണ്ട് തിന്മകൾ പ്രവർത്തിക്കും, എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കും, തിന്മകൾ പ്രവർത്തിക്കും. പക്ഷെ അത് സ്വാഭാവികമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതിലെ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസീബത്ത് എന്ന് പറഞ്ഞാൽ തിന്മയിൽ അവൻ തുടർന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾ കാണുന്നില്ല, ജനങ്ങളെ കണ്ണിൽ പെടുന്നില്ല എന്ന കാരണത്താൽ ആ തിന്മ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവൻ തന്റെ റബ്ബിനോട് തിന്മകളെ കൊണ്ട്, പാപങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടുകയാണ്. അതാണ് അതിലെ മുസീബത്ത്. لكن إذا رجع إلى ربه جل وعلا مباشرة وترك المعصية فالله جل وعلا يتوب على من تاب ويغفر لمن تاب ورجع إليه. നേരെ മറിച്ച് അവൻ തന്റെ റബ്ബിലേക്ക് ഉടനെ തന്നെ മടങ്ങുകയും ആ തിന്മ ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവന് തൗബ സ്വീകരിക്കും. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. إلا المصيبة أن يستمر الإنسان أن يظهر شيئا أمام الناس وأن تكون سريرته بينه وبين ربه شيء آخر. നേരെ മറിച്ച് ഒരു മനുഷ്യൻ അവനും ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ കണ്ണിന് മുന്നിൽ ഒരവസ്ഥ, അതേസമയം തന്റെ റബ്ബിന്റെ മുന്നിൽ വേറൊരവസ്ഥ. അതാണ് മുസീബത്ത്. ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നതൊന്നും, എന്നാൽ തനിക്കും തന്റെ റബ്ബിനും ഇടയിൽ മറ്റൊന്നും. അതാണ് യഥാർത്ഥത്തിൽ മുസീബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, മൻ അസ്ലഹ സരീറതഹു ബൈനഹു വബൈന റബ്ബിഹി അസ്ലഹ അല്ലാഹു ലഹു ഹാലഹു ഫിദ് ദുനിയ വൽ ആഖിറ. ആരാണോ തന്റെ രഹസ്യത്തെ, അള്ളാഹുവിനും അവനും ഇടയിൽ ഉള്ള രഹസ്യത്തെ നന്നാക്കി തീർത്തത്, ആരാണോ തന്റെയും തന്റെ റബ്ബിനും ഇടയിലുള്ള രഹസ്യത്തെ നന്നാക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസ്ഥയെ, ദുനിയാവിലെയും ആഖിറത്തിലെയും അവസ്ഥയെ അല്ലാഹു തആല നന്നാക്കുന്നതാണ്. മൻ അസ്ലഹ സരീറതഹു ബൈനഹു വബൈന റബ്ബിഹി അസ്ലഹ അല്ലാഹു ലഹു ഹാലഹു ഫിദ് ദുനിയ വൽ ആഖിറ. മൻ അസ്ലഹ സരീറതഹു മൻ അസ്ലഹ ഖബായാഹു അസ്റാറഹു ബൈനഹു വബൈന റബ്ബിഹി അസ്ലഹ അല്ലാഹു ഹാലഹു. തനിക്കും തന്റെ റബ്ബിനും ഇടയിലുള്ള രഹസ്യങ്ങൾ, അതിനെ ഒരുവൻ നന്നാക്കിയോ അവന്റെ അവസ്ഥയെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നന്നാക്കി തീർക്കും. അസ്ലഹ അല്ലാഹു ജല്ല വഅല ദുനിയാഹു വആഖിറതഹു ലിഅന്നഹു റാഖബ റബ്ബഹു സുബ്ഹാനഹു വതആല വഹാദാ അംറുൻ മുഖീഫുൻ ജിദ്ദൻ ലിൽഗായ അൻ യകൂന അൽഅബ്ദു تمارس بعض الأعمال المحرمة عليه إن أن يكون بعيدا عن أنظار الناس. هذا أمر مخيف. വളരെ ഭയാനകമായ, ഭീതികരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ജനങ്ങളെ കണ്ണിൽ നിന്ന് വളരെ വിദൂരത്താണ് എന്ന് കണ്ടുകൊണ്ട് ഒരു അടിമ അല്ലാഹു തആല അവന്റെ മേലെ ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതേസമയം ആ തിന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് അവൻ തിന്മകളെ കൊണ്ട് ഏറ്റുമുട്ടുന്നു. قال عليه الصلاة والسلام في حديث ثوبان رضي الله عنه قال لا أعلمن أقواما من أمتي يأتون يوم القيامة بحسنات أمثال جبال تهامة بيضا فيجعلها الله عز وجل هباء منثورا. فقال ثوبان يا رسول الله صفهم لنا جلهم لنا ألا نكون منهم ونحن لا نعلم. قال ما إنهم إخوانكم ومن جلدتكم ويأخذون من الليل كما تأخذون ولكنهم أقوام
ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകുമുഹാ ഔ ഇൻതഹകൂഹാ. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, തീർച്ചയായും എന്റെ ഉമ്മത്തിലെ ചില ആളുകളെ കുറിച്ച് എനിക്ക് അറിയാം. ലാ അലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാതി അംസാലി ജിബാലി തിഹാമ. ആ ആളുകൾ ഖിയാമത്ത് നാളിൽ വരും. എങ്ങനെയാണ്? ബിഹസനാത്ത് അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതം കണക്കെ വലിയ വലിയ നന്മകളുമായി കൊണ്ട് ആ ആളുകൾ ഖിയാമത്ത് നാളിൽ വരും. തിഹാമ പർവ്വതം എന്ന് പറഞ്ഞാൽ യമനിനും സൗദി അറേബ്യക്കും ഇടയിലുള്ള വിശാലമായി കിടക്കുന്ന നീണ്ടു കിടക്കുന്ന പർവ്വതമാണ്. ആ നിലക്ക് വലിയ വലിയ ഹസനാത്തുകളുമായി കൊണ്ട് ഖിയാമത്ത് നാളിൽ ആ ആളുകൾ വരും. ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, അവരോട് ചെയ്തിട്ടുള്ള സാലിഹായ ഹസനാത്തുകളെ അല്ലാഹു തആല ചിതറിയ ധൂളി പോലെ ആക്കി തീർക്കും, പൊടിപടലമാക്കി തീർക്കും അല്ലാഹു തആല. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫും ലനാ ജല്ലിഹിം ലനാ, ആ ആളുകളുടെ സിഫത്ത് എന്താണ്, അവരുടെ വിശേഷണം എന്താണ്, പ്രത്യേകത എന്താണ്, ഞങ്ങൾക്ക് അറിയിച്ചു തരൂ, അവരെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയിച്ചു തരൂ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ എങ്ങാനും അത്തരം ആളുകളുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ അതേ ഭാഷ സംസാരിക്കുന്നവരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ ചെയ്യുന്ന ഇബാദത്തുകൾ പോലെ അവരും രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്യുന്നു. ഇബാദത്തുൻ ജലി യഖൂമുനൽ ലൈൽ, രാത്രി നമസ്കരിക്കുന്നവരാണ്, അങ്ങനെയുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് അവർ. പക്ഷെ എന്താണ് അവരുടെ പ്രശ്നം? വലാകിന്നഹും അഖ്വാമുൻ, പക്ഷെ അവർ ഒരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്. ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, അതായത് ജനങ്ങൾ അവരിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ, ജനങ്ങൾ അവരിൽ നിന്ന് വിദൂരത്തായി കഴിഞ്ഞാൽ അവർ അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുള്ള ആ പരിധികൾ അവർ ലംഘിക്കും. അതായത് അല്ലാഹു തആലയോട് ഹറാം ചെയ്യും. ജനങ്ങൾ കാണുക അവർ ഹറാം ചെയ്യൂല, ജനങ്ങൾ അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹറാം ചെയ്യും. അതാണ് ആ ആളുകളുടെ അവസ്ഥ. അവർ ഖിയാമത്ത് നാളിൽ തിഹാമ പർവ്വതം കണക്കെ ഒരുപാട് ഹസനാത്തുകളുമായി കൊണ്ടുവരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചിതറിയ ധൂളികളെ പോലെ ആക്കി തീർക്കും. فكانت هذه الوصية وصية عظيمة اتق الله حيثما كنت ولن يبلغ العبد درجة الإحسان إلا بتحقيق لهذه الوصية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഈ വസിയത്ത്, നീ എവിടെയായിരുന്നാലും അല്ലാഹു തആലയെ സൂക്ഷിക്കുക എന്നത്, ഈ ഒരു വസിയത്തിനെ ഒരാൾ സാക്ഷാത്കരിച്ചാലല്ലാതെ ഇഹ്സാനിനെ അവന് യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുന്നതല്ല. فإن الإحسان كما قال نبينا عليه الصلاة والسلام أن تعبد الله كأنك تراه فإن لم يكن تراه فإنه يراك. അപ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആരാധിക്കലാണ്, അവനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വസിയത്ത് ഒരുവൻ സാക്ഷാത്കരിച്ചാലല്ലാതെ അവൻ ഇഹ്സാനിനെ അവന്റെ യാഥാർത്ഥ്യത്തിൽ അതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഇലാഹുന സുബ്ഹാനക വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.